32ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ 32 ദിവസം കഴിഞ്ഞപ്പോൾ ആര് ജയിച്ചു, ആര് തോറ്റു? ഇതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ചിന്താ ചോദ്യം. മാത്രമല്ല ഇനിയിപ്പോൾ യുദ്ധം നടക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ ആര് ജയിക്കും തോൽക്കും? ഇതൊരു ചോദ്യമാണ്. ഒരു യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ചോദിച്ചു പോകും. കാരണം യുദ്ധം ഒരു നേട്ടം വേണമല്ലോ ആർക്കെങ്കിലും. ഓക്കെ, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരേ ഒരു സംഗതി മാത്രമേ ചെയ്യാനുള്ളൂ. അത് ഇറാനെ കീഴടക്കുക എന്നുള്ളതാണ്. ഇറാനെ കീഴടക്കുന്നതോട് കൂടിയിട്ട് അമേരിക്ക ഇസ്രായേലും ജയിച്ചു, എല്ലാ തരത്തിലും ജയിച്ചു. കാരണം പിന്നെ അവർ ചോദ്യം ചെയ്യപ്പെടാത്ത ക്രിമിനൽസായി മാറുക, തീവ്രവാദികളായി മാറുകയാണ് ഈ മുഴുവൻ ലോകത്ത് തന്നെ, മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല. അവർക്കെതിരെ എഴുന്നേറ്റ് നിൽക്കാൻ പിന്നെ വേറൊരു രാജ്യമില്ല. പിന്നുള്ളത് റഷ്യയും ചൈനയും മാത്രമാണ്. അത് പിന്നെ എഴുന്നേറ്റ് നിന്നാൽ പിന്നെ മൂന്നാം ലോക മഹായുദ്ധമാണ്. പക്ഷെ അതല്ലാത്ത ഒരു രാജ്യം പിന്നെ അമേരിക്കയുടെ നേരെയോ ഇസ്രായേലിൻ്റെ നേരെയോ തലപൊക്കില്ല. എന്താണോ അമേരിക്ക പറയുന്നത് അത് അതേപോലെ അനുസരിക്കേണ്ടി വരും. എവിടെ ആയിട്ട് ഇരുന്നിട്ടും കാര്യമില്ല, ഭൂമുഖത്ത് എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. നിങ്ങളിത് ചെയ്യടാന്ന് ദൂരത്ത് പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടി വരും. അപ്പോൾ ഇറാൻ തകർന്നാൽ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷെ അത് നടക്കുന്നില്ലല്ലോ, അത് നടക്കൂല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഇറാൻ്റെ വിജയം എന്താണ്? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇറാൻ എന്താണ്, അമേരിക്കനെ കീഴടക്കാനാണോ യുദ്ധം ചെയ്തത്? ഇസ്രായേലിനെ കീഴടക്കാനാണോ യുദ്ധം ചെയ്തത്? അല്ല, അവർ ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ഇവർ പറഞ്ഞതൊക്കെ അനുസരിച്ച്, അമേരിക്ക ഇസ്രായേൽ പറയുന്നത് അനുസരിച്ച് ഇത്രയും കാലം 47 കൊല്ലം അവർ അനുസരിച്ചിരിക്കുകയായിരുന്നു. ഈ അണുവായുധം ഉണ്ടാക്കാൻ പാടില്ല ഇറാൻ എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്, അല്ലാതെ മുഴുവൻ ലോകത്തിൻ്റെ ആവശ്യമല്ല. ഇസ്രായേലിൻ്റെ മാത്രം ആവശ്യമാണ്. കാരണം ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ കെൽപ്പുള്ള, അതിന് പിന്നെ ദൃഢനിശ്ചയമുള്ള ഒരേ ഒരു രാജ്യം ഇറാനാണ്. അതുകൊണ്ടാണ് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കരുതെന്ന് അവർ പറഞ്ഞത്. അത് ഏറ്റുപിടിച്ചിട്ടാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇത്രയും കാലം ഈ ഇറാനെ ദ്രോഹിച്ചത്. ഇത് അന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത് അന്യായമാണ്. പക്ഷെ എന്ത് ചെയ്യും? ഈ അമേരിക്ക ഇസ്രായേൽ എന്ന് പറയുന്നത് ഗുണ്ടകളാണല്ലോ. അവർക്ക് അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും ഉണ്ടാതിരുന്നു, വേറെ വഴിയില്ലാത്തത് കൊണ്ട്. അവസാനം സ്വന്തം കാര്യത്തിന് ഇറാന് തന്നെ ഇറങ്ങേണ്ടി വന്നു. ഇറാൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ സമയം കളയുക എന്നുള്ളതാണ്. ഇത് നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ ആയുധം എന്താ അറിയോ? ന്യൂക്ലിയർ ബോംബോ ഖറം ഷെഹറോ സൂപ്പർസോണിക് മിസൈലോ ഹൈപ്പർസോണിക് മിസൈലോ ഒന്നുമല്ല, കപ്പലുകളും അല്ല, സമയം. ഇതാണ് ഏറ്റവും വലിയ ആയുധം. ആ ആയുധം ഇപ്പോൾ ഇറാൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവർ നേരം കളയാണ്. അവർ ഈ നേരം കളയുന്ന ഓരോ നിമിഷം ഉണ്ടല്ലോ, ഓരോ നിമിഷം അത് ഭയങ്കര ഭാരമായിട്ടാണ് അമേരിക്കക്കും ഇസ്രായേലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ മുഖത്തൊക്കെ ഒരു ജാതി ഭാവവും ബോഡി ലാംഗ്വേജ് വേറെ രീതിയിലും പറയുന്ന വാക്കുകൾ തന്നെ പിച്ചും പെയ്യും പോലെയും ഒക്കെ പുറത്തേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയം ഇങ്ങനെ പോവാണ്. ഇറാൻ്റെ ഒരു രോമത്തിമ തൊടാൻ പറ്റിയിട്ടുമില്ല. ആ രോമത്തിമ തൊടണമെന്നുണ്ടെങ്കിൽ കുറേ ഈ ആകാശത്തുകൂടെ ഒന്നും ബോംബിട്ട് ഓടിയിട്ട് കാര്യമില്ല, ഒന്നും നടക്കില്ല. കുറേ ബോംബിട്ട് എന്ന് പറയാം, കുറേ നിരപരാധികളെ കൊന്നു എന്നൊക്കെ പറയാം. അല്ലാതെ ഈ ഇറാൻ്റെ ഭൂപടത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഈ ഇസ്രായേലിനെ കൊണ്ടോ അമേരിക്കനോട് സാധിക്കൂല എന്ന് മാത്രമല്ല, ഈ ഇറാന് കൈയും കെട്ടിയിരിക്കല്ലോ, അവർ ഡെയിലി അടിക്കല്ലേ, അത് വാങ്ങി വെക്കുകയും ചെയ്യണം. അപ്പോൾ ഇറാൻ്റെ ലക്ഷ്യം ഈ യുദ്ധം ഇങ്ങനെ നീണ്ടിങ്ങനെ പോകണം, അനന്തമായിട്ട്. അതിൽ ഇറാൻ ഒരുപാട് നേട്ടങ്ങളാണ്, ഒന്നും രണ്ടും അല്ല, ഒരുപാട് നേട്ടങ്ങളാണ്. ഒന്ന്, ഇറാൻ്റെ സാമ്പത്തിക ഘടനയ്ക്ക് ഒരു ചുക്കും സംഭവിക്കുന്നില്ല. സമയം നീണ്ടുപോയാലും യുദ്ധം ചെയ്താൽ അവർക്ക് ചുക്കും ചുണ്ടാൻ പോയി. അവർ 47 കൊല്ലം അല്ലെങ്കിൽ തന്നെ ഉപരോധത്തിലായിരുന്നു. എന്തായിരുന്നു അവിടെ, എന്ത് കുന്താണ് അവിടെ ഉണ്ടായിരുന്നത്? അവർക്ക് ഒരു നഷ്ടമില്ല. അവരുടെ ബിസിനസ് ഇങ്ങനെ കോടികളുടെ ബിസിനസ് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ഒന്നും പറയേണ്ട ആവശ്യമില്ല, അവർക്ക് ഒന്നുമില്ല. പക്ഷേ ഇപ്പുറത്ത് അമേരിക്ക ഇസ്രായേലോ, അവർ നിലനിൽക്കുന്നത് ബിസിനസ്സുകളിലാണ്. ഇന്ന് കാണുന്ന ഒരുവിധം വമ്പൻ കമ്പനികൾ, ചോദ്യം ചെയ്യപ്പെടാത്ത ട്രില്യൺ കണക്കിന് ഡോളർ വില മതിക്കുന്ന കമ്പനികൾ മുഴുവൻ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയാണ്. അത് ഓരോ ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷം തകർന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ കെടുതി അത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങൾ തകർന്ന് തരിപ്പണം. ഒരു കൊല്ലം ഈ യുദ്ധം നീണ്ടു നോക്കട്ടെ. ഇസ്രായേലിൻ്റെ കഥ കഴിയും, അമേരിക്കയുടെ കഥ കഴിയും, അത് വേറെ കാര്യം. അത് യുദ്ധം കൊണ്ടോ ബോംബ് കൊണ്ടൊന്നല്ല, അത് ഈ ഞാൻ പറഞ്ഞ സമയം എന്ന ആയുധം കൊണ്ട് അവർ തകരും ഒന്നിച്ച്. പക്ഷേ ഈ എന്താ ഒരു പഴയ കഥയിൽ പറയാണ്ടല്ലോ, ഒരു രാക്ഷസൻ്റെ ജീവൻ ഒരു തത്തയുടെ ഉള്ളിലായിരുന്നു. അങ്ങനെ തത്തനെ കൊന്നപ്പോൾ രാക്ഷസൻ തത്വം എന്ന് പറഞ്ഞ പോലെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും മുഴുവൻ ഐശ്വര്യവും യശസ്സും ഇരിക്കുന്നത് ഗൾഫ് രാജ്യത്താണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷെ അത് വിശ്വസിച്ചേ പറ്റൂ. ഇനി നിങ്ങളത് അറിഞ്ഞേ പറ്റൂ. ഗൾഫ് രാജ്യം, ഈ രാജ്യത്ത് പിന്നെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ അനന്തമായി കിട്ടുന്ന ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, ഈ ക്രൂഡ് ഓയിലാണ് അമേരിക്കയുടെ ഡോളറിന് വാല്യൂ കൊടുക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു ചുക്കും നടക്കൂല. അമേരിക്കയുടെ ഡോളറിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. പിന്നെ പണ്ടാരോ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഇന്ത്യൻ്റെ ₹1 $1 ഈ 95 ആവുന്നുണ്ടല്ലോ, അത് ഈ ഗൾഫ് മേഖലയിലെ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഈ ക്രൂഡ് ഓയിൽ കൊണ്ട് മാത്രമാണ്. ഈ അമേരിക്കയുടെ കറൻസി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും പറയാണ്, അമേരിക്കൻ കറൻസിയുടെ ബാക്കപ്പ് ക്രൂഡ് ഓയിലാണ്, സ്വർണ്ണമല്ല. ബാക്കി എല്ലാ രാജ്യങ്ങളിലും സ്വർണ്ണമാണ്. ആ സ്വർണ്ണത്തിന് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേണൽ ഗദ്ദാഫി സ്വർണം കൊണ്ട് ക്രൂഡ് ഓയിൽ വാങ്ങുക എന്ന് പറഞ്ഞത്. അയാൾ അപ്പം തന്നെ കൊന്ന്, കാരണം ഡോളർ വില പോവല്ലോ. അന്ന് പിന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത ലോക പോലീസായിരുന്നു അമേരിക്ക. അവർ കൊന്നപ്പോൾ ആർക്കും ചോദിക്കാനും പറ്റിയില്ല. പക്ഷേ ഇന്ന് അത് പള്ളി പറഞ്ഞാൽ മതി. ഇന്ന് ഇറാനുണ്ട്, ഇറാൻ മാത്രം മതി, വേറെ ആരും വേണ്ട. അതുകൊണ്ടാണ് ഇറാൻ ഇവരുടെ ഡോളർ വലിച്ചു കീറാനാണ് ഹോർമൂസ് കടലിടുക്കിൽ കൂടെ പോകുന്ന എല്ലാ കപ്പലും ചൈനീസ് കറൻസിയിൽ കൊടുത്തിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ പോകണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചൈനയുടെ കറൻസി തിരഞ്ഞു നടക്കും. ഇപ്പോൾ എല്ലാവരും 195 രാജ്യങ്ങളിലത്തെ കപ്പലവിടെ വരുന്നുണ്ട്. എല്ലാവരും ഇനി ചൈനീസ് കറൻസി തപ്പി നടക്കും. ചൈനീസ് കറൻസിയുടെ ഡിമാൻഡ് കൂടും. ചൈനീസ് കറൻസിയുടെ വാല്യൂ അല്ലെങ്കിൽ തന്നെ കൂടി, ഡോളറുടെ വില കുറഞ്ഞു. ആ യുദ്ധത്തിൽ തന്നെ ചൈന അമേരിക്കനെ തോൽപ്പിച്ചു കണ്ടേ. അപ്പോൾ ഈ സമയം കഴിയുന്തോറും കുറേ അടി കിട്ടും ഇറാൻ, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഈ ഒരു ബോക്സിംഗ് റിങ്ങിൽ 2 ബോക്സർമാർ ഇറങ്ങിയെന്ന് കൂട്ടുക, അതിൽ ചാമ്പ്യൻ ആവുന്നത് ആരായിരിക്കും എന്നറിയോ? അത് നന്നായിട്ട് ആക്രമിക്കാൻ അറിയുന്ന ആളായിരിക്കില്ല. അതിൽ അടി കൊള്ളാൻ കഴിവുള്ള കെൽപ്പുള്ള ആളായിരിക്കും ജയിക്കുക. അടി കൊണ്ടിട്ടും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ, അവരായിരിക്കും ജയിക്കുക. അതുപോലെയാണ് യുദ്ധം. അടി കൊണ്ട് അത് അബ്സോർബ് ചെയ്യാനുള്ള ശക്തിയുള്ള രാജ്യം ജയിക്കും. ഇറാനെ കഴിഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് പറയാണ്, ഒരു 25 കൊല്ലെങ്കിലായിട്ടുണ്ടാവും ഈ യുദ്ധം പരീക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അവർക്കറിയാം ശത്രു വളരെ ശക്തരാണ്. അവരുടെ അടി താങ്ങാനുള്ള കഴിവാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഒരു നിമിഷം ഈ യുദ്ധം പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഇസ്രായേൽ അമേരിക്ക എത്ര വലിയ ബോംബ് കൊണ്ടുവന്നിട്ടും 10 കൊല്ലട്ടാലും അത് സ്വീകരിക്കാനുള്ള, അബ്സോർബ് ചെയ്യാനുള്ളത്, താങ്ങാനുള്ള എല്ലാ രീതിയും കഴിവുമായിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവന്മാർ കൂടുതൽ പരിഭ്രാന്തിയിലാഴ്ത്തുന്നത്. ഇത്രയൊക്കെ ബോംബിട്ടിട്ട് ഇവർ തകരുന്നില്ലല്ലോ, നശിക്കുന്നില്ലല്ലോ. എന്നിട്ടും ഡെയിലി ഈ പിന്നെ ഈ എന്താ പറയുക ഒരു ഡോസേജ് പറയില്ല, അതുപോലെ ഡോസേജ് ആയിട്ടാണ് ഇസ്രായേലിനും ബാക്കി എല്ലാവർക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പിന്നെ അത്രയും ദൂരമാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അമേരിക്കയുടെ ഭയങ്കര താല്പര്യങ്ങൾ ഗൾഫ് രാജ്യം എന്ന് പറഞ്ഞാൽ തന്നെ അമേരിക്കയുടെ ഐശ്വര്യമാണല്ലോ. അപ്പോൾ ആ ഗൾഫ് രാജ്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ യുദ്ധത്തിൻ്റെ സ്ട്രക്ചർ. ഇറാൻ ഇപ്പോൾ തൽക്കാലം നഷ്ടപ്പെടാൻ ഒന്നുമില്ല, മാത്രമല്ല നേട്ടാണ്. ഹോർമൂസ് കടലിലേക്ക് കിട്ടി അവർക്ക്. യുദ്ധത്തിന് മുമ്പ് അതുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഹോർമൂസ് കടലിലേക്ക് ഒന്നിച്ച് കിട്ടി. അതിൽ കൂടെ ഏത് കപ്പൽ കടന്നു പോലും മര്യാദ കൂടെ പറഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ആരായാലും ശരി, ഇന്ത്യ ആയാലും ശരി, ചൈന ആയാലും ശരി, എല്ലാവരോടും വിവരം അറിയിക്കുക, ഞങ്ങൾ ചൈനയാണ്, ഞങ്ങൾ കടന്നു പോകണം. ശരി, നിങ്ങൾ പോയിക്കോ. അപ്പോൾ ഇവൻ്റെ ഹിസ്റ്ററി പരിശോധിക്കൂട്ടോ. വെറുതെ ചൈനയെ പറഞ്ഞത് കാര്യമൊന്നുമില്ല. ഇപ്പോൾ കുറേ കൊടിയൊക്കെ മാറ്റി സ്ഥാപിച്ചൊക്കെ ആൾക്കാർ പോകാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും പിന്നെ ഇന്നലെ തകർത്ത് എല്ലാവരും ഡ്രോൺ അടിച്ച് എല്ലാറ്റിനും തലക്ക്. അപ്പോൾ അങ്ങനെ പോകാനൊന്നും പറ്റൂല. അത് ലെഡ്ജറുണ്ട്, അവരുടെ ഡിജിറ്റൽ ലെഡ്ജർ ഉണ്ടാവില്ല, അതുണ്ട്. പിന്നെ അവരുടെ ഹിസ്റ്ററി, ആ കപ്പലിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കും.
അതൊക്കെ വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ പരിശോധിച്ച് അമേരിക്കയുടെ ബന്ധമില്ല പറഞ്ഞാൽ പോവുക, ഇല്ലെങ്കിൽ അവിടെ കിടന്നോ, ചത്ത അവിടെ കിടന്നിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ കുറേ കപ്പൽ അവിടെ കിടക്കുന്നത്. അല്ലാതെ മോദിനെ പേടിച്ചിട്ടൊന്നല്ല. മോദിനെ പേടിച്ചിട്ട് കപ്പൽ ചീറിപ്പാഞ്ഞു. എവിടെ പാഞ്ഞു? എല്ലാ കപ്പലും കിടക്കുകയാണ്. എല്ലാ കപ്പലുകൾക്കും അമേരിക്കയുമായിട്ട് ബന്ധമുണ്ട്. അവിടെ കിടക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹോർമൂസ് കടലിലൊക്കെ അവർക്ക് കിട്ടി. മാത്രമല്ല ഓരോ കപ്പൽ കടന്നു പോയാൽ $2 മില്യൺ ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ എന്തിനാണ് യുദ്ധം നിർത്തുന്നത്? അവർ യുദ്ധം ചെയ്യും, മെല്ലെ യുദ്ധം ചെയ്യും. ഇനിയിപ്പോൾ സ്പീഡ് കുറക്കും, പക്ഷേ യുദ്ധം ഉണ്ടാവും. എല്ലാവരും ഒരു മിസൈലാണെങ്കിലും ഒരു മിസൈൽ അടിക്കും. യുദ്ധം ഉണ്ടെന്ന് കാണിക്കണമല്ലോ. ഹോർമൂസ് കടലിലേക്ക് നീ വെട്ടു കൊടുക്കുന്നില്ല, അത് ഒരു വാപ്പ വന്നാലും അവർ സമ്മതിക്കില്ല. അമേരിക്കക്ക് ധൈര്യമില്ല വരാൻ, അത് മോചിപ്പിക്കാം. പിന്നെ ആര് വരും? പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം യൂറോപ്യൻ രാജ്യങ്ങളും അതിമാരകമായിട്ട് അനുഭവിക്കുകയാണ്, ഏഷ്യൻ രാജ്യങ്ങളും അനുഭവിക്കുകയാണ്. ഇനി ഇവരൊക്കെ കൂടി ഒരു തീരുമാനിച്ചെന്ന് കൂട്ടുക, ഞങ്ങളുടെ സാമ്പത്തിക ഘടനയൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ്, എന്ത് ചെയ്യും പറഞ്ഞിട്ട് ഇവരൊക്കെ ചർച്ച ചെയ്തെന്ന് കൂട്ടുക എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവർ തീരുമാനത്തിലെത്തിയത് ശരി നമുക്ക് യുദ്ധം ചെയ്യാം, ഇറാൻ ഒരു പാഠം പഠിപ്പിക്കുക, ശക്തമായിട്ട് പോയിട്ട് അവിടെ ഇറാൻ അടിച്ചോടിച്ച് നമുക്ക് ആ ഹോർമൂസ് കടലിലേക്ക് സ്വതന്ത്രമാക്കുക എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അതുമില്ല. കാരണം ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അമേരിക്കയുടെയും ഇസ്രായേലിനെയും കോല എല്ലാവരും കാണുന്നതാണ്. അത് രഹസ്യമായ കാര്യമല്ലല്ലോ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അങ്ങനത്തെ രാജ്യവുമായിട്ട് വീണ്ടും പോയി യുദ്ധം ചെയ്താൽ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇനിയും അവർക്ക് ഓപ്ഷൻ കിടക്കുകയാണ്. ഇറാൻ ഓപ്ഷനുകൾ കുറേ കിടക്കുകയാണ്. അവർ മൈൻ വിതറിയിട്ടില്ല ഇതുവരെ. ഹോർമൂസ് കടലിടുക്കിൽ അവർ മൈൻ വിതറിക്കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ 1 കൊല്ലം എടുക്കും. അപ്പോൾ 1 കൊല്ലം ഒരു കപ്പലിന് പോകാൻ പറ്റില്ല, ആ മൈൻ വൃത്തിയാക്കുന്ന കപ്പലുകൾക്കല്ലാതെ. അപ്പോൾ 1 കൊല്ലം ഒരു തുള്ളി കുറവായാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ യുദ്ധം ചെയ്യാൻ പോയവർ വീണ്ടും കുടുങ്ങിയില്ലേ? അവരുടെ രാജ്യം കുത്തുപാടല്ല, പിച്ചച്ചട്ടി എടുക്കും. ആൾക്കാർ തല്ലിക്കൊല്ലും അധികാരികളെ. അമേരിക്കയിൽ ട്രംപിനെ അടിച്ചു കൊല്ലും, ഇന്ത്യയിൽ മോദിനെ അടിച്ചു കൊല്ലും. അതുകൊണ്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ്, എങ്ങനെ ഇതൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഒന്നും ഇതിലേക്ക് ഇറങ്ങാത്തത്. കാരണം അവർക്കറിയാം അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ പറയല്ലോ ചക്കട ഇതുണ്ടല്ലോ, പശ അത് കൈമലായ പോലെ ആവും. വേറെടുത്താനും പറ്റൂല, അവിടെ വെക്കാനും പറ്റൂല. അതുപോലെ ആവുന്ന അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുകയാണ്. മിണ്ടാതെ യുദ്ധം കഴിഞ്ഞാൽ രക്ഷപ്പെട്ട ആ ട്രംപ് ഭ്രാന്തനെങ്ങാനും യുദ്ധം ഞങ്ങളില്ല പറഞ്ഞിട്ട് പിന്മാറിയാൽ അത്ര രക്ഷപ്പെട്ടവർ അവിടെ മിണ്ടാതിരിക്കുകയാണ്. ഇനി അമേരിക്ക പിന്മാറുമോ? ഇസ്രായേൽ പിന്മാറുമോ? ഇല്ല. കാരണം എന്താണ്? ഇതിപ്പോൾ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമായി മാറി. അമേരിക്ക എങ്ങനെ ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ പിന്നെ ഇറാൻ്റെ ഡിക്റ്റേറ്റർഷിപ്പായിരിക്കും. ഡിക്റ്റേറ്റർഷിപ്പ് ഈ സ്കൂളിൽ പറയില്ല, ഡിക്റ്റേഷൻ. ടീച്ചർ ഇങ്ങനെ പറയും, കുട്ടികളിങ്ങനെ എഴുതും. ആ പരിപാടി ആയിരിക്കും. ഇവർ പറയും, അവർ കേൾക്കേണ്ടി വരും. കേട്ടിട്ടില്ലെങ്കിലോ വായുദ്ധത്തിന് നിങ്ങളെല്ലാം ഓടിപ്പോയത്, ഞങ്ങളല്ലല്ലോ, നിങ്ങൾ വാ പറയും. അവർ വരുമോ? ഇല്ല. കാരണം വന്ന ഇതന്നെ ഗതി. അപ്പോൾ ഇനി ഇറാൻ്റെ ഭരണമായിരിക്കും മിഡിൽ ഈസ്റ്റിൽ അവർ ഒഴിഞ്ഞു പോയാലും. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ, വഷളല്ലേ, നാണക്കേടല്ലേ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ഇതിന് പിന്മാറാൻ വയ്യ. ഇറാനാണെങ്കിൽ പിന്മാറേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് യുദ്ധം വേണമല്ലോ. അവരുടെ ലൈഫ് ലൈൻ തന്നെ ഇപ്പോൾ യുദ്ധമാണ്. അപ്പോൾ അവിടെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ, ഇറാൻ നിർത്തുക പറഞ്ഞ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ 2 കൂട്ടർക്കും യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ നഷ്ടമാണ്. യുദ്ധം നിർത്തിയിട്ടില്ലെങ്കിൽ ലാഭമാണ്. ആർക്ക്? ഇറാന്. അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ഒരു ലാഭമില്ല, നഷ്ടങ്ങളേ ഉള്ളൂ. നിർത്തിയാലും നഷ്ടം, യുദ്ധം നടത്തിയാലും നഷ്ടമാണ്. ഇതാണ് ഈ യുദ്ധത്തിൻ്റെ ഫുൾ ഫ്രെയിം. ഈ ഫ്രെയിം മനസ്സിലാക്കാതെ നിങ്ങൾ വാർത്തകൾ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല നിങ്ങൾ തെറ്റായ വഴിക്ക് ഈ മറ്റുള്ള ചാനൽ കാണിക്കുന്നുണ്ടല്ലോ, ഏത് മിസൈൽ വന്നു, S-400 വന്നു, അത് വന്നു, ഇത് വന്നു, ഇനി ഇറാനെ പാഠം പഠിപ്പിക്കും. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ അല്ല യുദ്ധം നടക്കുന്നത്. ഇത് ഒരു മിസൈലിലോ ഒരു ബോംബിലോ ഒരു യുദ്ധവാഹിനി കപ്പലിലോ ഒന്നുമല്ല. യുദ്ധവാഹിനി കപ്പലൊക്കെ എന്തായി കണ്ടില്ലേ? 32 ദിവസമായിട്ട് യുദ്ധവാഹിനി കപ്പലൊക്കെ എവിടെ? വെറുതെയാണ്. ഈ യുദ്ധത്തിലൊന്നും നടക്കൂലെന്ന്. ഈ യുദ്ധത്തിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നതാണ്. ആ ശീതയുദ്ധം നടന്നല്ലോ, അതിനകത്ത് ഒന്നും ഈ ഒരു കാലഘട്ടത്തിൽ നടക്കില്ല. എഴുതി വെച്ചോ.
ഈ ട്രംപിൻ്റെ വലിയ കുമ്പയും വലിയ കപ്പലും വലിയ വിമാനമൊന്നും കണ്ടിട്ടോ അത് നടക്കൂല യുദ്ധത്തിൽ. അത് കാണിച്ചിട്ട് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. B2 ബോംബറൊക്കെ ഇവിടെ പോയി. ഒരു B2 ബോംബർ വന്ന് ആ ബോംബ് ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഖജനാവിലത്തെ പൈസ തീരാണ്, അവരുടെ സാധനങ്ങൾ തീരാണ്. പിന്നെ അങ്ങനത്തെ ഉണ്ടാക്കണമെങ്കിൽ എത്ര കോടി എത്ര ബില്യൺ ഡോളർ വേണം. എന്നാൽ ഈ ബോംബ് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതുമില്ല. ഈ ബോംബ് ഇട്ടിട്ട് ഇറാൻ നശിക്കുകയാണെങ്കിൽ പറയാം അറ്റ്ലീസ്റ്റ് നശിച്ചു എന്ന്. ഇത് വലിയ വലിയ ഗ്രാനൈറ്റ് മലകളുടെ ഉള്ളിൽ തുരന്ന് എന്നിട്ട് അടിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഇങ്ങനെ ഇട്ടാണല്. ഗ്രാനൈറ്റേ തകരൂല. ഭൂമിയിൽ അണുബോംബ് ഇട്ടാൽ വരെ ഗ്രാനൈറ്റ് തകരൂല. ഗ്രാനൈറ്റിൻ്റെ പാളി പറഞ്ഞ ഇത്ര പറഞ്ഞ പാളിയൊന്നല്ല, 1 കിലോമീറ്റർ വണ്ണത്തിലേക്കാണ് കിടക്കുന്നത്. 1-2 കിലോമീറ്റർ കനത്തിലാണ് ഗ്രാനൈറ്റ് കിടക്കുന്നത്. എങ്ങനെ തകരും അത്? അപ്പോൾ ഈ ബോംബ് ഇട്ടിട്ടും കാര്യമില്ലാന്ന് മനസ്സിലായി. അവരൊക്കെ തിരിച്ചുപോയി. പിന്നെ എന്താണ്, ആകെയുള്ള ഒരു ആയുധപ്പോൾ ട്രംപിൻ്റെ അടുത്ത് ട്രംപിൻ്റെ നാവ് അത് മാത്രമേ ബാക്കിയുള്ളൂ. അതിനാണെങ്കിൽ പട്ടി പോലും വില കൽപ്പിക്കുന്നില്ല, കുടിച്ചിപ്പട്ടി പോലും വില കൽപ്പിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇതാണ് ഫുൾ ഫ്രെയിം. ഇതിൻ്റെ ഇറാനോട് യുദ്ധം ചെയ്താൽ അപ്പോഴും നഷ്ടമാണ്, ചെയ്തിട്ടില്ലെങ്കിലും നഷ്ടമാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലും. പിന്നെ ചിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു വളിഞ്ഞ ചിരി, മുഖത്ത് ചിരിയൊക്കെ ഉണ്ടാവും. ട്രംപ് ചിരിച്ച് കണ്ടിട്ട് കാലം കുറേ. ട്രംപ് ഇപ്പോൾ ഈ 32 ദിവസം ചിരിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ആ നെതന്യാഹു കുറേ കിക്കി പറഞ്ഞ് ചിരിച്ചിരുന്നു. ഇപ്പോൾ 30 ചിരിയും മാഞ്ഞു പോയി. ഇതാണ് സംഭവം.